സത്യത്തിൽ ആ പേഴ്സ് ശൂന്യമായിരുന്നു. ബന്ധങ്ങളെല്ലാം ഇങ്ങനെയാണ്, മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവയിലെല്ലാം മാറാതെ നിൽക്കുന്ന ഒരേ ഒരു ബന്ധം, സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം കൂടി കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൂടെയായിരിക്കുക. ടു ലവ് മീൻസ് ടു ബി വിത്ത്. തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വയോധികൻ ട്രെയിനിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പേഴ്സ് റെയിൽവേ ട്രാക്കിലേക്ക് വീണു. അദ്ദേഹം ഉടനെ ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചിറങ്ങി ബഹളം വയ്ക്കാൻ തുടങ്ങി. എൻ്റെ പേഴ്സ് വീണുപോയി. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു യുവാവ് ഈ ട്രാക്കിലേക്ക് വീണ പേഴ്സ് എടുത്ത് മുകളിലേക്ക് വന്നു. എന്നിട്ട് മുത്തശ്ശന് കൊടുത്തു. ഈ മുത്തശ്ശൻ ആ പേഴ്സ് തുറന്നു നോക്കി. ആ യുവാവ് ശ്രദ്ധിച്ചു, ഈ പേഴ്സ് ഇത്ര വില പിടിച്ച എന്താണുള്ളത്? സത്യത്തിൽ ആ പേഴ്സ് ശൂന്യമായിരുന്നു. അവൻ ചോദിച്ചു, മുത്തശ്ശ, നിങ്ങളുടെ പേഴ്സിൽ ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് അതിനുവേണ്ടി ഇത്രയധികം ബഹളം വെച്ചത്? മുത്തശ്ശൻ പേഴ്സിനുള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം അവനെ കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ജന്മദിന സമ്മാനമായിട്ടാണ് ഈ പേഴ്സ് നൽകിയത്. അദ്ദേഹം അതിൽ ഈ ദൈവത്തിൻ്റെ പടം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരു കൊച്ചുകുട്ടിയായ എനിക്ക് ദൈവത്തോടൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഇഷ്ടവും എൻ്റെ ഹീറോയും എൻ്റെ അപ്പച്ചനായിരുന്നു. അപ്പോൾ ഞാൻ ആ ദൈവത്തിൻ്റെ ചിത്രത്തിൻ്റെ മുകളിൽ അപ്പച്ചൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു വെച്ചു. പിന്നീട് ഞാൻ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു കൗമാരക്കാരനായപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവളെ എനിക്ക് എൻ്റെ അപ്പച്ചനേക്കായും ഇഷ്ടമുണ്ടായി. അപ്പച്ചനോടുള്ള അടുപ്പം മാറി. എനിക്ക് ആ പെൺകുട്ടിയോട് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ ചിത്രം മാറ്റിയിട്ട് ആ പെൺകുട്ടിയുടെ ചിത്രം ഈ ഈശോയുടെ ചിത്രത്തിൻ്റെ മുകളിൽ വെച്ചു. കാലം കടന്നു പോയപ്പോൾ അവൾ അവളുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിന്നീട് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യയായി എൻ്റെ ഹൃദയത്തിൻ്റെ പ്രിയപ്പെട്ടവൾ. അപ്പോൾ പതിയെ കാമുകിയുടെ ചിത്രം എടുത്തു മാറ്റിയിട്ട് ഭാര്യയുടെ പടം വെച്ചു. കാലക്രമേണ ഭാര്യയ്ക്ക് പ്രായമായി, അവൾ ഈ ലോകം വിട്ടുപോയി. ഇപ്പോൾ എൻ്റെ മകനായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനാൽ ഞാൻ ഭാര്യയുടെ ചിത്രം എടുത്തു മാറ്റി മകൻ്റെ പടം വെച്ചു. എന്നാൽ അവൻ വലുതായി, വിവാഹം കഴിച്ചു. എൻ്റെ മരുമകൾ വീട്ടിലെത്തി. ഞാൻ അവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഒടുവിൽ അവരുടെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്ഥാനവും പ്രസക്തിയൊന്നുമില്ലെന്ന് ഞാൻ പതിയെ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറേണ്ടി വന്നു. അവിടെ വെച്ച് മകൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തു മാറ്റി. അപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ഈ ദൈവത്തിൻ്റെ പടം മാത്രമാണ്. അത് ഞാൻ പിന്നെ പേഴ്സിൽ നിന്നും മാറ്റിയില്ല. എല്ലാ പടങ്ങളുത്തിൻ്റെ അടിയിലിരുന്ന ചിത്രം ഏറ്റവും മുകളിലേക്ക് വന്നു. ബന്ധങ്ങളെല്ലാം ഇങ്ങനെയാണ്, മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവയിലെല്ലാം മാറാതെ നിൽക്കുന്ന ഒരേ ഒരു ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഈശോ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ്, ഈശോയുടെ പേര് അങ്ങനെയാണ് മത്തായി തുടങ്ങുന്നത്, മത്തായി സുവിശേഷകൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഈശോയുടെ ഉറപ്പോടു കൂടിയാണ് തൻ്റെ സുവിശേഷം മത്തായി ശ്ലീഹ അവസാനിപ്പിക്കുന്നത്. അതാണ് നാം ഇന്ന് വായിക്കുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ. അവൻ എന്നോടും എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ഉറപ്പാണ് നമുക്കുള്ളത്. വന്ദനം സിനിമയിൽ ചെരുപ്പിൻ്റെ പരസ്യമുണ്ട്. അത് വളരെ വലിയൊരു ക്യാപ്ഷനാണ്. വേറെവർ യു ഗോ ഐ ആം ദെയർ, ഐ വിൽ ബി ദെയർ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിലും ഈശോ നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഞാൻ എവിടെയെല്ലാം പോയാലും എനിക്ക് കൂട്ടായി, തുണയായി എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇത് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം കൂടി കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൂടെയായിരിക്കുക. ടു ലവ് മീൻസ് ടു ബി വിത്ത്. അതുകൊണ്ടാണ് ലവ് ലാംഗ്വേജിനൊക്കെ പഠിപ്പിക്കുന്ന ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയും. നല്ല കുടുംബജീവിതത്തിന് കുടുംബാംഗങ്ങൾ തമ്മിൽ ചെലവഴിക്കുന്ന വിഭജിക്കപ്പെടാത്ത സമയം പ്രധാനപ്പെട്ടതാണെന്ന് സൈക്കോളജിസ്റ്റൊക്കെ പറയാറുണ്ട്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, അതിനാൽ അവിടുന്ന് എന്നും നമ്മോട് കൂടെ ഉണ്ടാകും. ഈ ഉറപ്പാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. ഈ ലോകത്തിൽ മറ്റാർക്കും തരാനാകാത്ത ഒരു ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നതോടൊപ്പം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഉറപ്പുമാണ്
ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ്. ടു ബി വിത്ത്. സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ് കൂടെ ആയിരിക്കുന്നത്. കൂടെ ആയിരിക്കും നമുക്ക് ആരും സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കുടുംബജീവിതത്തെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് കൂടെ ആയിരിക്കേണ്ട ആവശ്യകതയെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഒരേ കുടുംബത്തിൽ കൂടെ ആയിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ കൂടെയാണോ ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ മക്കളോടും ജീവിത പങ്കാളിയോടും ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ചെറിയ മൊബൈലും നമ്മുടെ ടി വിയും ഒക്കെ നമ്മുടെ ശ്രദ്ധയെ എടുത്തു മാറ്റുന്നുണ്ട്. ബീയിങ് വിത്ത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് വിഭജിക്കപ്പെടാത്ത സമയമാണ്. അത് പകുതി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ജീവിത പങ്കാളിയോട് കൂടെ ആയിരിക്കുന്ന കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം നമ്മൾ ജോലി തിരക്കിനും കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നതിനും മൊബൈലുകളിൽ നമ്മൾ റീൽസ് കണ്ടൊക്കെ കളയുമ്പോൾ അവിടെ സമയം വിഭജിക്കപ്പെട്ടു പോവാണ്. അവിടെ നമുക്ക് ആ വ്യക്തിയേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റെന്തൊക്കെയാണെന്ന് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ പറയുകയാണ്. കൂടെ ആയിരിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കാതെ സംസാരങ്ങൾ അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ടി വിയിലേക്കോ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവർക്ക് കൊടുക്കുന്ന ലവ് ലാംഗ്വേജ് നിന്നേക്കാൾ പ്രധാനപ്പെട്ടത് എനിക്കിതൊക്കെ തന്നെയാണ് എന്നാണ്. ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും. ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ഒത്തിരി പരാതി പറയുമ്പോഴും കുഞ്ഞുങ്ങൾ ഒരു സ്നേഹവും ആത്മാർത്ഥവും ഇല്ലാത്തവരായിട്ട് വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ യഥാർത്ഥ കാരണം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ്. നമ്മളവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുന്നുണ്ടോ? അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരെ കേൾക്കുന്നുണ്ടോ? ഒരുപാട് പണിത്തിരക്കുകൾക്കിടയിൽ അവർ പറയുന്നത് എന്തൊക്കെയോ നമ്മൾ കേൾക്കുന്നു, എന്തൊക്കെയോ മറുപടി പറയുന്നു എന്നതിനപ്പുറത്ത് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ, വലിയ ആളുകളുടെ ഇടയിൽ അവർക്ക് കൂടെ ഒരു പ്രാധാന്യം കൊടുക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ, അങ്ങനെ ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി അവരുടെ കഥകൾ കേൾക്കാൻ, അവരുടെ സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാൻ, അവരുടെ കൂട്ടുകാരെക്കുറിച്ച് കേൾക്കാൻ, അവരുടെ ലോകം മറ്റൊരു ലോകമാണ്. ആ ലോകം നമുക്ക് ചിലപ്പോൾ അത്ര ആകർഷകമായി തോന്നില്ല, നമുക്കത്ര രസിക്കുന്നതായിരിക്കില്ല. എങ്കിലും അതിനെ ശ്രദ്ധയോടൊന്ന് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ശ്രദ്ധ കൊടുക്കലാണ് സ്നേഹം. അത് ചെറിയവനോടായാലും വലിയവനോടായാലും. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്നും വേണ്ടപ്പെട്ടവനാണെന്നും നിന്നെ ഞാൻ മൂല്യവത്തായി കാണുന്നുണ്ടു എന്ന് അവനോട് പറയുന്ന ലവ് ലാംഗ്വേജാണ് ബീയിങ് വിത്ത്. കൂടെയായിരിക്കുക. വെറുതെ കൂടെയായിരിക്കുന്നതല്ല, കൂടെയായിരിക്കുമ്പോൾ പൂർണ്ണമായി നൽകുന്നതും കൂടിയാണ്. അതാണ് കർത്താവ് നമുക്ക് ഇന്ന് നൽകുന്ന വാഗ്ദാനം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അത് ഏത് വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കൂടെയുണ്ടാകും. അവിടെ നിന്ന് ഒരിക്കലും ആരും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പ്. സ്തുതിയായിരിക്കട്ടെ.